തിരുപ്പതി ആറക്കോണം റെനികുണ്ട പൂൻകുടി റോഡ്. ഇന്ന് നമ്മൾ പോകാൻ വന്നത് കഴിഞ്ഞ ദിവസം പോയ തിരുപ്പതി ഭഗവാന്റെ വൈഫിൻ്റെ അമ്പലത്തിലാണ്. പത്മാവത് അമ്മാവരി ടെമ്പിൾ. അതും ഈ തിരുപ്പതി തിരുപ്പതി അല്ല, തിരുമല ബാലാജിയെ പോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കാണുവാണെങ്കിൽ ഒരാളെ മാത്രമായിട്ട് കാണരുത് എന്നാണ് പറയുന്നത്. ഇന്നലത്തെ ദിവസം മുഴുവൻ വേസ്റ്റ്, മഴ കാണും. അതുകൊണ്ട് ഇന്ന് മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ച് പോവാം. ഓക്കേ. ഹെൽമെറ്റ് തട്ടുന്നു. അവിടെ എങ്ങനെയായിരുന്നു വെച്ചത് മറന്നു. 2.7 kilometers ഉള്ളൂ. റൂമെടുത്ത് ഒരു പ്രൈം ലൊക്കേഷനായി. ഒട്ടുക്കത്തെ ലാഭം. ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. എല്ലാ സാധനം ഫ്രൂട്ട്സ്, നിറയെ ഫ്രൂട്ട്സ്. പറ്റിക്കിച്ചേ ഉണ്ട്. വെള്ളം പോലും കുടിച്ചിട്ടില്ല രാവിലെ. ഇവിടുത്തെ ബസ്സുകാർക്ക് ഫോണേ ഉള്ളൂ, സ്പീഡില്ല. അതുകൊണ്ട് ഇടിച്ചിടത്തില്ല, ഫോണടിച്ച് പെടുത്തി. എനിക്കിന്നൊരു കാര്യം മനസ്സിലായി. ആക്റ്റീവയുടെ റൈറ്റ് സൈഡ് ഫ്രണ്ട് ബ്രേക്കും ലെഫ്റ്റ് സൈഡ് ബാക്ക് ബ്രേക്കുമാണ്. ഇന്നലെ ഞാൻ ഹോട്ടലിൻ്റെ റാമ്പിൽ കയറി മഴയത്ത് റൈറ്റ് സൈഡിൽ പിടിച്ചപ്പോഴാണ് മനസ്സിലായത്. തെന്നി കുണ്ടിയും കുത്തി അങ്ങനെയാണ്. പറ്റിയില്ല, ഇരിച്ചൊന്നല്ലായിരുന്നു. അതിൽ ഇപ്പോഴാണ് മനസ്സിലായത് ഫ്രണ്ടിലത്തെ ടയർ കയറി ലോക്കാവും. ആക്റ്റീവ 6G അവന്മാർക്ക് ABS കൊടുത്തൂടെ? കാരണം ഓൾറെഡി ഇത്ര മൂട്ട ടയറും. അതാണ് ഇത് റെൻ്റലായതുകൊണ്ട് ടയറൊക്കെ മൊട്ട. അതുകൊണ്ട് ഇന്നലെ വീണത് നന്നായി, ഇനി വീഴുന്നതിനെക്കാട്ടി ഭേദം. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഐഫോണിൽ ഒന്നും മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ചുമ്മാ അങ്ങ് വായി തോന്നിയത് ഞാൻ സ്വയക്തമായിട്ട് പറഞ്ഞത് ഞാൻ കേട്ടതേ ഉള്ളൂ. പക്ഷെ ഇത് ഗോപ്രോ റെക്കോർഡ് ചെയ്തിട്ടൊന്നും കേട്ടില്ല എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഒരു വിഷമം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ്. ഇനി ഇത് എഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ കാണാം, അയ്യോ നിങ്ങൾ റെക്കോർഡ് നെക്കാൻ മറന്നു പോയിരുന്നു എന്ന് പറയുന്നു അല്ലേ? അതൊക്കെ എൻ്റെ പോയിനോ. ഞാൻ ഇന്നലെ ഡാവിഞ്ചി ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ NVIDIA ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് അല്ല, NVIDIA ഡിസ്പ്ലേ ഡ്രൈവേഴ്സ്. ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവർ അവരൊന്നും പറഞ്ഞില്ല. ഇതൊരു പെർസെൻറ്റേജ് ആയി കഴിഞ്ഞിട്ട് അങ്ങ് സ്റ്റക്കായി. അപ്പോഴത്തേക്ക് ഞാൻ അതെടുത്ത് കളഞ്ഞു. ശരി, ഞാൻ ചുമ്മാ ഡാവിഞ്ചി ലോവർ പ്രീവിയസ് വേർഷൻസൊക്കെ കാണുമല്ലോ, അത് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ആക്കിയപ്പോഴും എൻ്റെ കൂടെ ഡ്രൈവേഴ്സ്
അപ് ടു ഡേറ്റ് അല്ല എന്ന് പറഞ്ഞു. അവസാനം ഞാനത് തന്നെ ചെയ്തു. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ വെറുത്ത് വേണ്ടാന്ന് പറഞ്ഞ് അൺഇൻസ്റ്റാൾ ചെയ്ത എൻ്റെ പ്രീമിയർ പ്രോ അവൻ മാത്രമേ ഉള്ളായിരുന്നു. പ്രീമിയർ പ്രോ പുട്ട് പോലെ. പക്ഷെ ആകെയുള്ള പ്രശ്നം ഒരു 3 തവണ റെൻഡർ ചെയ്യേണ്ടി വന്നു. കാരണം 3 തവണ ഒരു 96% ആയി കഴിഞ്ഞ് ഇത് അനങ്ങത്തില്ല. 96-ന് ശേഷം ഇങ്ങനെ ഇത് നേരെയല്ലേ, 96-ന് ശേഷം ഇങ്ങനെ അനങ്ങാതിരിക്കുക. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി. പിന്നെ എനിക്ക് ക്ഷമയില്ലായിട്ട് ഞാൻ ക്യാൻസൽ ചെയ്ത് പിന്നെ റെൻഡർ ചെയ്ത് അങ്ങനെ 3ാമത്തെ തവണ റെൻഡർ ആയപ്പോൾ 100% ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞു. ഞാൻ പിന്നെ ഓർത്ത് തൊടത്തില്ല. ഇതൊന്ന് കറുത്ത നമ്പർ പ്ലേറ്റിൽ വെള്ള അക്ഷരം, ഇതെന്തുവാ? അങ്ങനെയൊക്കെ ചെയ്യാവോ? ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? കറുപ്പിൽ മഞ്ഞ, അല്ല മഞ്ഞയിൽ കറുപ്പ്, പച്ചയിൽ വെള്ള, വെള്ളയിൽ കറുപ്പ്, ഇത്രയല്ലേ ഉള്ളൂ. ചുവപ്പിൽ വെള്ള, കറുപ്പിൽ വെള്ള, അതും മറ്റേ ഈ ഫൈബർ ഗ്ലാസ് വെച്ചിട്ടുള്ളത്. കണ്ണാടി വെക്കണം, ഒന്നും കാണാൻ പറ്റും. 700 മീറ്റർ കൂടെ എളുപ്പം കൊണ്ടാ. ഞാൻ ഗോപ്രോയിൽ ടെലിമെട്രി ഓവർലേ വെക്കാൻ പറ്റുമോ നോക്കി. പക്ഷെ ഫ്രീ ആയിട്ടുള്ള ടെലിമെട്രി ഒരെണ്ണവും ഇല്ല. എല്ലാം ഇതാ ഇവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് റോഡിൻ്റെ നടുക്ക്. ഇവൻ്റെ തന്തയുടെ റോഡായത്. ഇവിടുന്ന് എങ്ങോട്ടാ ശരിക്കും ഇവിടുത്തെ ആൾക്കാർ ഇതൊന്നും അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിൽ ആൾക്കാർ അർഹിക്കുന്നുണ്ട്, പക്ഷേ ഗവൺമെൻറ് ഇതൊന്നും ചെയ്യുന്നില്ല. സ്ഥലമില്ല. ശരി, ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കേരളം ഒത്തിരി ചെറുതായിപ്പോയി. എവിടെ പണിയാൻ ഇതൊക്കെ? സ്ഥലം വേണ്ടേ? ഇതിനകത്ത് എന്തായാലും പിടിക്കും കേട്ടോ. കാരണം ഇതും ദേവസ്ഥാനത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അവന്മാർ അണ്ടർവെയർ ചെയ്ത് ഊരി വാങ്ങിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അറേ വാ, ഇതാണോ ശ്രീ സൂര്യനാരായണ സ്വാമി ടെമ്പിൾ? ദേവീ ക്ഷേത്രം എന്നാണ്. ഇത്ര പൂക്കൾ. ഇവിടെ പൂവാണെന്ന് തോന്നുന്നു മെയിൻ ഓഫറിങ്. ഉണ്ടോ? നിറച്ച് പൂക്കൾ. തിരുപ്പതിയിലെ മെയിൻ ഓഫറിങ് സോളിഡ് ക്യാഷ്. അങ്ങനെ ഓഫറിങ് ചെയ്യണമെന്നൊന്നുമില്ല. ഇവിടെ ഉണ്ടല്ലേ പാർക്ക്. വളയുണ്ട് കേട്ടോ. ദേവീക്ഷേത്രം ഉണ്ടായിരിക്കും വളയം. ഇത് എവിടെ നിർത്തണ്ടേ? പോവാ എന്തരാണോ എന്തോ. ബിഗ് ബോ അമ്പലം. തിരുപ്പതിയിലെ അതേ അവസ്ഥയാട്ടോ ഇവിടുത്തെ. പക്ഷെ ടിക്കറ്റ് സ്ലോട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ എടുത്തില്ല. ഇവിടെയും ക്യൂ ഉണ്ട്.
ഞാനാണ് പത്മ. ഞാൻ ഇവിടെ കയറുന്നില്ല കാരണം എനിക്ക് ക്യൂവിൽ നിൽക്കാൻ വയ്യ. ഒരു ക്യൂവിൽ നിന്ന് മതിയായി. ഇവിടെ ഒരുപാട് ആളുണ്ട് കേട്ടോ. വെളിയിൽ നിന്ന് കാണാൻ പറ്റുമെങ്കിൽ കണ്ടേച്ചാൽ ഇവിടുത്തെ മെയിൻ എന്തോ ആണ്. പത്മാവതി, ശ്രീ പത്മാവതി ടെമ്പിൾ. വരുവാണെങ്കിൽ സ്ലോട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യുക, കാരണം ഓൺലൈൻ ടിക്കറ്റ് കിട്ടും. ഞാൻ ചെയ്യാത്ത എൻ്റെ അഹങ്കാരം. ഞാൻ പോവാം, എനിക്ക് ഹാഗിൾ ചെയ്യാൻ വയ്യ. വെറൈറ്റി സാധനങ്ങൾ കേട്ടോ. ना रेट 20 ना 30 ना 20 रुपीस 20 30 ഭയങ്കര ലാഭമല്ലേ. അവസാനം ഞാൻ 200 രൂപയ്ക്ക് 2 എണ്ണം കിട്ടി. എനിക്ക് വില പേശാൻ പറ്റുന്ന രീതിയിലൊക്കെ വില പേശി. കൊച്ചരക്കുന്നതാണ്. എവ്വളോ 100 rupees one piece. 100 രൂപയ്ക്ക് നിന്റെ വലി തുറന്ന് ഞാൻ വാങ്ങുന്ന വലുത് വാങ്ങുന്ന. இந்த லைட் இருக்கிறது எவ்வளோ? 300 ரூபாய் சார். சின்னது 300 ரூபாய். பெருசானா 400 ரூபாய் இருக்கு. இன்னும் ஸ்டோன் கல் இருக்குதுன்னா 2000 ரூபாய் இருக்கு. இன்னும் பெருசானா 3000 ரூபாய் சார். ஒயிட் கலர் சாங்ஸ் கூட இருக்கு. இப்போ பார்த்தா காய்ச்சி மட்டும் அதில் எல்லாம் நல்லா இருக்கு. ஆனால் லக்கேஜ் இடம் பண்ணுறேன். லக்கேஜ் இல்லை, ரொம்ப பெருசாக இருக்கு. പുള്ളിയുടെ നല്ല റേറ്റായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, കൊണ്ടുപോകാൻ സ്ഥലമില്ല. ഒരു ഫ്രണ്ട് ചെയ്തില്ല. ഇതേ ഉള്ളൂ 50 രൂപ. വീട്ടിൽ കോലം വരയ്ക്കാനായിട്ട് കൊള്ളാം. 50, 100, 150, 200 അങ്ങനെയൊക്കെ തന്നെ. സാധനം കിട്ടിയിട്ടില്ല. പ്ലാസ്റ്റിക് ആണോ ഇത്?
പാക്കോ എല്ലായിടത്തും ഒരേ പാറ്റേൺ. അതിനെക്കുറിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു കാര്യം പറയാം, ആരും ഒറിജിനൽ റേറ്റ് പറയത്തില്ല, എല്ലാം കയറ്റിയേ പറയത്തുള്ളൂ. എൻ്റെ ഫസ്റ്റ് പറയുന്ന റേറ്റ് വാങ്ങല്ലേ, എന്നെ പോലെ വാങ്ങല്ലേ. ഞാൻ 300 രൂപ എന്ന് പറഞ്ഞത് 200 ആക്കിയത്. പക്ഷെ അതിൽ കൂടുതലൊന്നും ഇനി വില പേശി അവർ സമ്മതിച്ചു തരത്തില്ല. അതാ കുറച്ചുകൂടെ മുടിയൊക്കെ നരപ്പിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ സമ്മതിച്ച്. ക്യൂട്ട് കൊച്ചമ്പലം, പക്ഷെ ഭയങ്കര തിരക്ക്. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഇസ്കോൺ ടെമ്പിൾ ഉണ്ട്, അത് കാണാൻ അടിപൊളിയാണ്. അതാണെങ്കിൽ അവിടെ പോവാം. അല്ല, ഇനി ഒരു അമ്പലം കൂടെ ഉണ്ട്. മാപ്പിൽ നോക്കിയാൽ എനിക്ക് പേരറിയും, ശ്രീ സ്വാമി സംതിങ് എന്ന് പറയുന്നത്. എനിക്ക് വളരെ അടുത്തായിരുന്നു, അവിടെ ആദ്യം പോകാം. ഞാൻ ഇവിടെ കയറാമെന്ന് വെച്ച് തന്നെയാണ് വന്നത്, പക്ഷേ ക്യൂ അമ്മേ ശരി, ബൈ ബൈ. പോലീസ് ഇവിടെ പിടിക്കുമെന്നല്ലേ? ഈ സോഡ മെഷീനിലെ നാരങ്ങൾ അടിപൊളിയാണ്, പക്ഷേ ഈ വയറിളകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇളകിയിട്ടൊന്നുമില്ല ഇത് കുടിച്ചിട്ട്. പക്ഷേ റിസ്കി ബിസിനസ്. ട്രാഫിക് ഇല്ല. ഓ, ഇന്നേ സാറ്റർഡേയാ. Damn it, man. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒന്നും ഇതൊന്നും എൻ്റെ ബക്കറ്റ് ലിസ്റ്റല്ല, എൻ്റെ ലിസ്റ്റിലില്ലാത്ത, ചുമ്മാ വരുന്നേ. എൻ്റെ ലിസ്റ്റിലുള്ള തിരുപ്പതി കഴിഞ്ഞു, ഇനിയുള്ള കാലാവസ്ഥയേ ഉള്ളൂ. തിരുപ്പതി കഴിഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ സമാധാനം. ഇനി കാലാവസ്ഥയും കൂടെ കഴിയുമ്പോഴേ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. വാ ഓട്ടോക്കാരൻ. ഓട്ടോക്കാരൻ 4 ടയർ ഇല്ലാത്തവൻ, 3 ടയർ ഉള്ളവൻ. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ പോയാ അവിടെ ആണെന്ന് തോന്നുന്നു, അവിടെ ഒരു പുതിയ